+1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച അവസാനിച്ചു. പ്ലസ് ടു സീറ്റ് വിഷയം പഠിക്കാൻ 2-അംഗ കമ്മീഷനെ നിയോഗിച്ചു. ജൂലൈ 5-നുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ചർച്ചയിൽ തീരുമാനമായി. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭ്യമാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ഈ ചർച്ച ഫലപ്രദമായിരിക്കുകയാണ്. 2-അംഗ കമ്മീഷനെ നിയോഗിക്കും എന്നും മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായത്? നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ചർച്ച. വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ച ഏകദേശം വിജയം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ പ്രതികരണവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മന്ത്രി സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനമായ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അധിക സീറ്റുകൾ വേണം, അധിക ബാച്ച് വേണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും ഈ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചത്. അതിൽ ഇപ്പോൾ താൽക്കാലിക അധിക ബാച്ച് രൂപീകരിക്കാനുള്ള തീരുമാനം ഇപ്പോൾ നിലവിലായിട്ടുണ്ട്. ബാച്ചുകൾ അനുവദിക്കും എന്ന് ചെയ്തു. ഇതിനായി ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഏതൊക്കെ താലൂക്കുകളിലെ സ്കൂളുകളിൽ അധിക ബാച്ച് അനുവദിക്കണം എന്നതിനെ സംബന്ധിച്ച് പഠിക്കാനാണ് 2-അംഗ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അതിൽ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ഒപ്പം തന്നെ RDDയും മലപ്പുറം RDDയുമാണ് അംഗങ്ങളായിട്ട് ഉണ്ടാവുക. ജൂലൈ 5-നകം ഇവർ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന്റെ ശേഷമാകും ഇതിൽ നടപടി സ്വീകരിക്കുക. ജൂലൈ 5 മുതൽ ഈ താൽക്കാലിക അധിക ബാച്ചിലേക്കുള്ള അലോട്ട്മെന്റുകളും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മലപ്പുറം ജില്ലയിലെ ഈ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ശാശ്വതവും ഒപ്പം തന്നെ താൽക്കാലികവുമായ പ്രശ്നപരിഹാരം വേണം എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടത്. MSFും SFIയും KSUവും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലും ഇക്കാര്യത്തിൽ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ജൂലൈ 5-നകം ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി അധിക താൽക്കാലിക ബാച്ച് അനുവദിക്കാനുള്ള തീരുമാനം ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇതിനുശേഷം ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളുമായി സംസാരിച്ച MSF KSU നേതാക്കളും വ്യക്തമാക്കുന്നത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കൂടി വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു. അതും പരിഗണിക്കാമെന്ന ഉറപ്പാണ് ലഭിച്ചത് എന്നാണ്. സമരം തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിലവിൽ UDSFൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. എങ്കിലും UDF നേതാക്കളുമായി കൂടി ഇക്കാര്യത്തിലുള്ള ചർച്ച നടത്തിയ ശേഷമായിരിക്കും സമരം പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവുക. ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകർ കണ്ടതിന് ശേഷം KSU നേതാക്കളും MSF നേതാക്കളും അനക്സ് മന്ത്രിയുടെ ഓഫീസിന് തൊട്ടു മുമ്പിൽ വിജയാഹ്ലാദ പ്രകടനവും നടത്തി. അതിനർത്ഥം സ്വാഭാവികമായും ഈ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നു വന്ന +1 സീറ്റുമായി ബന്ധപ്പെട്ട സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ UDF സംഘടനകൾ എത്തുന്നു എന്നാണ്. മന്ത്രി ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞ കണക്കുകൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെക്കുകയും ചെയ്തു. മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഏതെങ്കിലും രീതിയിൽ അധിക സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സംഘടനകളും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെയായി ചർച്ച ചെയ്ത ശേഷം പരിഹാരം കാണുമെന്നായിരുന്നു. ഇപ്പോൾ നിലവിൽ അതിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടായിരിക്കുകയാണ്.